89.6 FM സർഗക്ഷേത്ര കോട്ടയം ജിംഖാന. അങ്ങനെ കോട്ടയം ജിംഖാനയുടെ സംഭവബഹുലമായ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ എന്ന് പറയുമ്പോഴേ ഒരാളെന്റെ കൂട്ടത്തിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. പേര് ബിൻസി എന്നാണ്, നമ്മുടെ സ്വന്തം ആളാണ്. കഴിഞ്ഞ 2 എപ്പിസോഡുകൾക്ക് ശേഷം ബിൻസി ജീവിതത്തിൽ നിർണായകമായ പല തീരുമാനങ്ങളിലേക്ക് എത്തുകയാണ്. ആ ഹെൽത്ത് ക്ലബിൽ ജോയിൻ ചെയ്യണം. വളരെ ശക്തമായ നീക്കത്തിലൂടെ നഷ്ടപ്പെട്ട ആരോഗ്യം തിരിച്ച് എടുക്കണമെന്നൊക്കെ പറയുമ്പോഴേ ബിൻസിയുടെ ആരോഗ്യം നഷ്ടപ്പെട്ടു പോയോ ഇല്ല, അങ്ങനെയില്ല. എന്തായാലും ഫിസിക്കൽ ഫിറ്റ്നസ് തിരിച്ചെടുക്കണം എന്നുള്ളൊരു ചിന്തയിലേക്ക് കാര്യങ്ങൾ എത്തുവാണ്. നമ്മളുടെ ഉദ്ദേശം അത് തന്നെയായിരുന്നു. കേട്ടുകൊണ്ടിരിക്കുന്നത് പലർക്കും ഫിറ്റ്നസ് ചിന്തകൾ ഉണ്ടാകുക, ഇനിയിപ്പോൾ നേരത്തെ ഉണ്ടായ ചിന്തകളെ കുറച്ചും കൂടി ശക്തമാക്കുക, എന്നിട്ട് ഒരു ഹെൽത്ത് ക്ലബിൽ ജോയിൻ ചെയ്യുക. ഇന്ന് എവിടെയാണ് നമ്മൾ എത്താൻ പോകുന്നതെന്ന് അറിയാമോ? അതെല്ലാം ബിൻസി വളരെ ശക്തമായിട്ട് പറഞ്ഞു തരും കേട്ടോ. നമ്മൾ ആദ്യം ഒരിടത്തും തുടങ്ങിയ യാത്ര ഇന്ന് വളരെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരു ഹെൽത്ത് ക്ലബിലേക്കാണ് എത്താൻ പോകുന്നത്. അതെ അതെ, വിനിച്ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എത്തി നിൽക്കുന്നത് നമ്മുടെ കോട്ടയത്ത് തന്നെ. കോട്ടയത്ത് എന്ന് പറയുമ്പോൾ ഒരുപാട് ചരിത്രം പറയാനുള്ള, ചരിത്രം ഉറങ്ങുന്ന ഒരുപാട് പ്രതിഭകളെ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള അടിപൊളി ജിമ്മിലേക്കാണ്. അതായത് ഒളിമ്പിക് ജിമ്മിലേക്കാണ്. കറക്റ്റ് പറഞ്ഞാൽ ലൊക്കേഷൻ നമ്മുടെ എല്ലാവർക്കും അറിയാം. കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇപ്പൊ മനസ്സിലായി കാണും. ചരിത്രം എന്ന് പറയുമ്പോഴും കോട്ടയത്ത് തന്നെ ഏറ്റവും പഴക്കം ചെന്ന ആദ്യത്തെ ജിം എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ, എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ സ്വന്തം ഒളിമ്പിക് ജിമ്മിന്റെ ലൊക്കേഷൻ വരുന്നത് YMCA ജംഗ്ഷനിലാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഇന്ന് ഇവിടെ വരുന്നു, ആളുകളെ കാണുന്നു, നമ്മൾ ജിംഖാന അടിപൊളിയാക്കുന്നു 2 മണിക്കൂർ. വിനിച്ചേട്ടൻ പറഞ്ഞ പോലെ നമ്മൾ ജിംഖാനയ്ക്ക് വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് നല്ല നല്ല മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കുറച്ച് ഫിറ്റ്നസിലേക്കൊക്കെ ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഹെൽത്തി ആയിട്ടിരിക്കണം എന്നൊക്കെയുള്ള തോന്നലൊക്കെ വന്നിട്ടുണ്ട്. ഈ തോന്നൽ എനിക്ക് മാത്രമല്ല, കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേർക്കും ഇപ്പോൾ ഉണ്ടെന്നറിയാം. എന്തായാലും ആ തോന്നലൊക്കെ വളർന്നങ്ങ് വലുതാകട്ടെ. ഞങ്ങൾ റേഡിയോയിൽ പാട്ട് വെച്ച് തരാം. അതിനുശേഷം 2 മണിക്കൂർ ജിംഖാനയായിട്ട് ഞങ്ങൾ ഒളിമ്പിക് ജിമ്മിൽ തന്നെയുണ്ട്. ഇത് സർഗക്ഷേത്ര 89.6 FM, കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര കോട്ടയം ജിംഖാന. സർഗക്ഷേത്ര 89.6 FM കോട്ടയം ജിംഖാന അല്ലെ, ഗംഭീരമായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് വളരെ ചരിത്രം ഉറങ്ങുന്ന ഒരു ഹെൽത്ത് ക്ലബിലാണ്. നമ്മുടെ കോട്ടയം ശാസ്ത്രി റോഡിലുള്ള ഒളിമ്പിക് ജിമ്മിൽ. അതെ, കോട്ടയത്തെ ആദ്യത്തെ ഹെൽത്ത് ക്ലബ്ബ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് അതിന്റെ കൃത്യമായിട്ടുള്ള ഉത്തരം അറിയാൻ പറ്റും. കാരണം 1965 സ്ഥാപിതമായിട്ടുള്ളൊരു ഹെൽത്ത് ക്ലബിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഇവിടെ ഒരുപാട് പേരെ പരിചയപ്പെടാനുണ്ട്. പരിചയപ്പെടുന്നവരെല്ലാം ചരിത്രത്തോട് ചേർന്ന് നിൽക്കുന്ന ആളുകളായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആദ്യം പരിചയപ്പെടാൻ പോണ ആൾ ഇവിടെ റെഡിയാണ്. ഓക്കെ, ആരാണെന്ന് ചോദിക്കാം. സാറിന്റെ പേര്? സുരേഷ്. ഓക്കെ, സാറിനെ കാണുമ്പോൾ തന്നെ വളരെ, എനിക്ക് തോന്നുന്നു ഫിറ്റ്നസിൽ വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരാളാണ് എന്നുള്ളത് മനസ്സിലായി. ഒപ്പം സാറ് വളരെ തിരക്ക് പിടിച്ച പല മേഖലകളിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെന്നൊക്കെ മനസ്സിലായിട്ടുണ്ട്. അതെ അതെ, സാർ തന്നെ പറയൂ. എൻ്റെ പേര് സുരേഷ്. ഞാൻ വ്യായാമം തുടങ്ങിയിട്ട് ഏകദേശം 40 വർഷത്തോളം. ഇപ്പോൾ എനിക്ക് 57 വയസ്സായി. KSEBയിലായിരുന്നു, റിട്ടയർഡായിട്ട് 1 വർഷമായി. ജോലി തിരക്കുകൾക്കിടയിലും വ്യായാമം കഴിവതും മുടക്കാറില്ലായിരുന്നു. പറ്റുന്ന സമയങ്ങളിലെല്ലാം തന്നെ ജിമ്മിൽ വന്ന് വർക്കൗട്ട് ചെയ്യും. അഥവാ എന്തെങ്കിലും കാരണവശാൽ വരാൻ പറ്റാത്ത സാഹചര്യം വന്നു കഴിഞ്ഞാൽ വീട്ടിലാണെങ്കിലും അത്യാവശ്യമുള്ള ഗ്രൗണ്ട് എക്സസൈസുകൾ കഴിവൊന്നും മുടക്കാറില്ല. പിന്നീട് ലഹരികൾ ഒന്നും തന്നെ, പുകവലി, മദ്യപാനം അങ്ങനെയുള്ളതൊന്നും തന്നെ നേരത്തെ മുതലേ ശീലിച്ചിട്ടില്ല. ഇപ്പോഴും ആ രീതിയിൽ പോകുന്നു. മിതമായ ഭക്ഷണം, മിതമായ ആഗ്രഹം, മിതമായ വ്യായാമം, അതാണ് എൻ്റെ പോളിസി. സാറിനെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് സാറിന്റെ അസൂയ തോന്നുന്നു. 40 വർഷം ഒരു ഹെൽത്ത് ക്ലബിൽ വന്ന് ഫിറ്റ്നസ് പ്രാക്ടീസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും എളുപ്പമല്ല. അതെ അതെ, സത്യം. ഒപ്പം സാറ് പറയുന്ന മിതമായ ആഹാരം, മിതമാണല്ലേ, അല്ലാതെ ഒരു പരിപാടിയിൽ ശരിക്കും. അതായത് എങ്ങനെയാ സാർ ഈ 40 വർഷം എന്നൊക്കെ പറഞ്ഞൊരു ചെറിയ കാലയളവല്ല, ഇത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത്, എങ്ങനെ ഈ ഇഷ്ടം, പിന്നെ ഒപ്പം ലഹരി ഉപയോഗിക്കാത്ത ആളെന്നൊക്കെ പറയുമ്പോൾ എങ്ങനെ ഇതൊക്കെ തമ്മിൽ? അതൊരു പ്രത്യേക ഒരു വലിയ കാര്യമായിട്ട് തോന്നുന്നില്ല. ജീവിതത്തിൽ നമ്മൾ രാവിലെ എണീക്കുന്നു, പല്ല് തേക്കുന്നു, കുളിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ഒരു ശീലമാണ് ജിമ്മിൽ വരിക, എക്സസൈസ് ചെയ്യുക എന്നുള്ളത്. ഒഴിവാക്കേണ്ട കാര്യങ്ങളിൽ ആയതിനെ അതിനെക്കുറിച്ച് ബോധർ ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ പുകവലിയിലേക്കോ മദ്യപാനത്തിലേക്കോ പോയിട്ടില്ല. അത്രയേ ഉള്ളൂ. അല്ലാതെ എന്തെങ്കിലും ഒരു മഹത്തായ എന്തെങ്കിലും ചെയ്തിരിക്കുന്നു എന്നുള്ള മട്ടൊന്നുമില്ല. അങ്ങനെ മദ്യപാനം ഉപയോഗിക്കത്തില്ല, അതല്ലെങ്കിൽ ഇത് ചെയ്യാത്തത് ഒരു മഹത്തായ കാര്യമല്ല. ഞാൻ പണ്ടുപോലെ ഇങ്ങനെയാണ്. അതെ, അത്ര തന്നെ, അത് തന്നെ. ഓക്കെ, സാർ ഹാപ്പിയാണോ? യെസ്. ഈ ഫിറ്റ്നസ് ജീവിതത്തിൽ സാറ് സന്തോഷവാനാണ്? ഞാൻ തൃപ്തനാണ്. ഓക്കെ, ഈ ഹെൽത്ത് ക്ലബിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ സാർ എന്തൊക്കെ പറയും? ഇത് എൻ്റെ മാതൃസ്ഥാപനമാണ്. ഇവിടെ വരുന്നതിന് മുമ്പ് ഇവിടുന്ന് 1 കിലോമീറ്റർ മാറി ചെറാൽപ്പാടെന്ന് പറഞ്ഞിടത്തായിരുന്നു ജിം നടത്തിക്കൊണ്ടിരുന്നത്. അതിപ്പോഴത്തെ മാസ്റ്റർ മിസ്റ്റർ ടോജോയുടെ അച്ഛനായിരുന്നു, ജോൺ ജോസഫ് സാറായിരുന്നു. അദ്ദേഹം പേരുകേട്ട ഒരു ബോഡി ബിൽഡറായിരുന്നു. ഞങ്ങളാരും ബോഡി ബിൽഡേഴ്സ് അല്ല, ഫിറ്റ്നസ് കീപ്പ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. സാറ് ഒരു പ്രൊഫഷണൽ ബോഡി ബിൽഡറായിരുന്നു.
മിസ്റ്റർ ഇന്ത്യ, മിസ്റ്റർ കോട്ടയം, മിസ്റ്റർ കേരള, അങ്ങനെ പല ടൈറ്റുകൾ പല പ്രാവശ്യം മേടിച്ച് ഏതാണ്ട് ഞാൻ പരിചയപ്പെടുമ്പോൾ സാറിന് ഏതാണ്ട് 45 വയസ്സുള്ള അടുത്തുണ്ട്. അന്ന് സാറ് ഒരു 30 വയസ്സിലോ 25 വയസ്സോ ഉള്ള ഏതൊരു യുവാവിനെയും വെല്ലുവിളിക്കാൻ തക്കവണ്ണം കരുത്തനായിരുന്നു സാർ അന്ന്. ഇപ്പോഴും സാറിന് ശാരീരികമായിട്ട് ക്ഷീണമുണ്ടെങ്കിലും കരുത്തിനൊരു കുറവുമില്ല. സാറ് ഈ പറഞ്ഞ രീതിയിൽ ഫിറ്റ്നസ്സും ഈ പറഞ്ഞ ലഹരി അങ്ങനെയുള്ളതിനോട് താല്പര്യം ഇല്ലാത്ത ആളും അത് കഴിവതും പ്രൊമോട്ട് ചെയ്യുന്ന ആളുമായിരുന്നു. ആ ഒരു കൾച്ചർ ഞങ്ങളുമൊക്കെ വന്നിരുന്നത് മാത്രം. ഓക്കെ, ഇപ്പൊ എന്തായാലും പരിചയപ്പെട്ടതിൽ വളരെയധികം സന്തോഷമുണ്ട്. സാറിന്റെ ഫിറ്റ്നസ് ജീവിതം ഗംഭീരമായിട്ട് തുടരുക. താങ്ക് യു. റേഡിയോയിൽ സന്തോഷത്തിൽ നമുക്ക് പാട്ട് കേൾക്കാം അല്ലേ? ഒരു നല്ല പാട്ടുകൾ വരുന്നുണ്ട്. കാരണം എന്ന് പറയുന്നത് 40 വർഷത്തെ ഫിറ്റ്നസ് പ്രാക്ടീസ് ഉള്ള ഒരാളാണ്. വളരെ ചിട്ടയായ ജീവിതം. ഇതൊക്കെയാണ് ഇതൊക്കെ ആ ഞെട്ടൽ ഇതുവരെ മാറിയിട്ടില്ല. ഇതിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്ന പലരും ആ ഞെട്ടലിൽ തന്നെയായിരിക്കും. 40 വർഷമായി ഫിറ്റ്നസ് പ്രാക്ടീസ് ചെയ്യുന്നു, അതും ഈ സെയിം ജിമ്മിൽ തന്നെ സാർ, ഇത്രയും വർഷമായിട്ടല്ലേ? അതെ. അപ്പോ സാറിന് വേണ്ടി പാട്ട് വരണം. പാട്ട് വരാതെ വേറെ പരിപാടിയില്ല. റേഡിയോയിൽ പാട്ട് വരുന്നുണ്ട്. ഇത് കോട്ടയം ജിംഖാനയാണ്. 89.6 FM സർഗക്ഷേത്ര. കോട്ടയം ജിംഖാന. കോട്ടയം ജിംഖാന നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോട്ടയം ജില്ലയിലെ തന്നെ ഏറ്റവും ആദ്യത്തെ ഹെൽത്ത് ക്ലബ്ബുകളിൽ ഒന്നിലെത്തിയിരിക്കുകയാണ്. അതായത് നമ്മുടെ ഒളിമ്പിക് ജിമ്മിലാണ് നമ്മൾ എന്നുള്ളത്. ഓക്കെ, അപ്പോ വളരെ സീനിയർ ആയിട്ടുള്ളവരെ പരിചയപ്പെട്ട് തുടങ്ങി നമ്മൾ ജൂനിയർ ആയിട്ടുള്ളവരിലേക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടോ? ഓക്കെ, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ബ്രോ പേര് പറയൂ. എൻ്റെ ഒരു അശ്വിൻ ജോസഫ്. അശ്വിൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അശ്വിൻ എവിടെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാനിപ്പം എഞ്ചിനീയറിംഗ് പഠിക്കുവാണ് സെന്റ് ജോസഫ് പാലയിൽ. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആണ്. ഏത് ഇയറാണ്? സെക്കൻഡ് ഇയർ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇവിടെ ഇനി ഞാൻ ചോദിക്കാം. അശ്വിനെ, നിനക്ക് പേടിയുണ്ടോ ഇപ്പൊ സംസാരിക്കാൻ നേരം? ഉണ്ട്, എന്നാലും വലിയ പേടിയില്ല. എന്തിനാ കൈവറക്കുന്നത്? അതായത് അശ്വിനോട് 100 പുഷപ്പ് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അശ്വിൻ പുഷ്പം പോലെ എടുക്കും. പക്ഷേ നമ്മൾ ഇതുപോലെ മൈക്കുമായിട്ടൊക്കെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചെറിയ പേടി. അതെ, തീർച്ചയായിട്ടും. അത് കുഴപ്പമില്ല, പേടി വേണം. ഇനിയിപ്പോ പേടി സാധാരണ നമ്മൾ ഹെൽത്ത് ക്ലബിലൊക്കെ ചെല്ലുമ്പോൾ എല്ലാവരും ഇങ്ങനെ എന്താ ഒരു ഫീൽ അല്ല ഇവിടെ നിന്ന് കിട്ടുന്നത്. അശ്വിൻ ഇവിടെ എത്ര നാളായി? ഞാൻ ഇപ്പൊ 4 വർഷത്തോളമായി. 4 വർഷം. അപ്പൊ 4 വർഷം മുൻപ് ഈ ഒരു ഹെൽത്ത് ക്ലബിൽ അല്ലെങ്കിൽ ബോഡി അല്ലെങ്കിൽ ഫിറ്റ്നസ് ചിന്ത മനസ്സിൽ വന്നില്ലേ? ആ ടൈം ഓർക്കുന്നുണ്ടോ? അത് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാൻ കറക്റ്റ് പറയുകയാണെങ്കിൽ സെപ്റ്റംബർ 14, 2021 കയറിയതാണ്. അയ്യോ, ഇതാണ് നമുക്ക് ഇഷ്ടം. ഇങ്ങനെയുള്ളവരെ നമുക്ക് ഇഷ്ടം. ഇത് ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ. അതായത് നമ്മള് ഇവിടെ ഫിറ്റ്നസ് ചിന്ത മനസ്സിൽ വന്ന ഡേറ്റ് വരെ ഓർത്തിരിക്കുന്ന മനുഷ്യൻ. തീർച്ചയായിട്ടും. ഞാൻ ഇവിടെ നിന്ന് ചേർന്നത് സെപ്റ്റംബർ 14 ആ സമയത്ത് എനിക്ക് അമിതമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു 95. പിന്നെ ഒരു 6-7 മാസം കൊണ്ട് ഒരു 20 കിലോ പെട്ടെന്ന് കുറച്ച്. 7 മാസം കൊണ്ട് 20 കിലോ കുറച്ചോ? 6-7 മാസം കൊണ്ട് നല്ലതുപോലെ പണിയെടുക്കുന്ന ആളാണല്ലോ. പണിയെടുത്തു. അതെനിക്ക് പിന്നെ വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് ബോഡി അന്ന് വണ്ണം കുറയ്ക്കുന്ന ഉള്ളായിരുന്നു. പിന്നെ ബോഡി ബിൽഡ് ചെയ്യണം, കുറച്ച് മസിലാവണം, ഒന്ന് ഉരുട്ടിയൊക്കെ എടുക്കണം തോന്നി. പിന്നെ അതിലോട്ട് കൂടുതൽ കടന്നു ഞാൻ. പിന്നെ പറ്റുന്ന സമയമെല്ലാം വരും, വർക്കൗട്ട് ചെയ്യും. എക്സാം നടന്നുകൊണ്ടിരിക്കും, എന്നിട്ട് ഞാൻ വരുന്നുണ്ട്. പരീക്ഷാ സമയത്തും ഫിറ്റ്നസിനോട് കാണിക്കുന്ന ഒരു സ്നേഹവും ഉത്തരവാദിത്വവും. ഡെയിലി പല്ല് വെക്കുന്നില്ലേ? അത്രേ ഉള്ളൂ, അതുപോലെ ഉള്ളൂ. അത് കുറച്ചു മുമ്പ് സാറ് പറഞ്ഞത് കേട്ട് പഠിച്ചു. ഓക്കെ, അപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ട മൊബൈൽ പുതിയ സമയം കളയുന്നുണ്ട്, എല്ലാം കളയുന്നുണ്ട്. അതിനിടയ്ക്ക് 1 മണിക്കൂർ മാറ്റി വയ്ക്കുവാണെങ്കിൽ നമുക്ക് ഒരു എക്സസൈസ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ബോഡിക്ക് നല്ലതാണ്, മെന്റലി ഭയങ്കരമായിട്ട് നല്ലതാണ്, ഫിസിക്കലി മാത്രമല്ല. ശരിയാണ്. അത് ഇപ്പോ അശ്വിൻ പറഞ്ഞ പോയിന്റ് വളരെയധികം പ്രസക്തമാണ്. കാരണം മൊബൈൽ ഫോണിൽ നമ്മൾ 1 മണിക്കൂർ സ്പെൻഡ് ചെയ്യുന്നത് എത്ര പെട്ടെന്ന് 1 മണിക്കൂർ കഴിഞ്ഞു പോകും എന്നുള്ളത് 1 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. പക്ഷെ ആ ഒരു സമയം ഇങ്ങോട്ടേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ആരോഗ്യത്തിനൊക്കെ വളരെ ഗുണമായിട്ടുള്ള ഒരു പരിപാടിയാണ്. തീർച്ചയായിട്ടും. ഇവിടെ പോകുമ്പോൾ അശ്വിന്റെ ഫ്രണ്ട്സ് ഇവിടെ വരാത്തവർ എന്താണ് കമന്റ് പറയാറ്? ഓരോ വ്യക്തികൾക്കും ഈ ബോഡി മാറുന്നത് സമയം എടുക്കും. എനിക്ക് കുറച്ചുകൂടെ സമയം എടുത്താണ് ബോഡി മാറുന്നത്. അപ്പം ചിലർ ചോദിക്കും എന്തിനാടാ നീ വലിയ മാറ്റമൊന്നുമില്ലെന്ന് ചോദിക്കും. നമ്മൾ നോക്കണ്ടേ, നമ്മൾ അവരെങ്കിലും ട്രൈ ചെയ്യുന്നുണ്ട്. അവർ വരുന്നില്ല, അവർ വീട്ടിൽ ഫോൺ കുത്തിയിരിക്കുന്നു. നമ്മളിവിടെ നിന്ന് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ചുറ്റുമുള്ളവരുടെ പറയുന്ന നെഗറ്റീവ് ആശംസകളൊന്നും നമ്മൾ എടുക്കാറില്ല. നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന നമുക്കറിയാം. അപ്പൊ നമ്മൾക്ക് ഒരു ദിവസം റിസൾട്ട് വരും, നമുക്ക് ഉറപ്പായിട്ടും മനസ്സിലാവും. ഞാൻ എനിക്ക് വേണ്ടി പണിയെടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ പിന്നെ വേറൊരു പരിപാടിയും എനിക്ക് പ്രതിബന്ധമായിട്ട് വരില്ല. റിസൾട്ട് പിന്നെ കണ്ടാ മതി. അപ്പോ സ്ലോ ആയിട്ട് കിട്ടുന്ന റിസൾട്ടിനോടും വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആളാണ്. തീർച്ചയായിട്ടും. എന്തായാലും അശ്വിന് വേണ്ടി ഞങ്ങൾ നല്ല പാട്ട് തരും റേഡിയോയിൽ. താങ്ക് യു. അത് ഒരു സ്ലോ ആയിട്ടും അല്ല, നല്ല സ്പീഡായിട്ട് പാട്ട് വരും. ഓക്കെ, അതിനൊരു കാലതാമസവും ഇല്ല, പെട്ടെന്ന് വരും. ഇല്ല, ഇത് കോട്ടയം ജിംഖാനയാണ്. കൂടെയുള്ളത് ബിൻസിയും മിനുവാണ്. 89.6 FM സർഗക്ഷേത്ര. കോട്ടയം ജിംഖാന. കോട്ടയം ജിംഖാനയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. സർഗക്ഷേത്ര 89.6 FM കൂടാതെ ബിൻസി മിനു ഉണ്ട്. നമ്മൾ ഇന്ന് ശാസ്ത്രി റോഡുള്ള ഒളിമ്പിക് ജിമ്മിലാണുള്ളത്. കോട്ടയത്തെ ആദ്യത്തെ ജിം അല്ലേ? അതെ. അപ്പോ ഇനി ആരിലേക്കാണ് നമ്മൾ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേരൊന്ന് പറയാവോ? പ്രീത. എവിടെയാണ് വീട്? കുടമാളൂർ. എത്ര നാളായി ഇവിടെ വരാൻ തുടങ്ങിയിട്ട്? ഞാൻ മുമ്പ് ഒരു 1.5 വർഷം ഇവിടെ വന്നുകൊണ്ടിരുന്നു. പിന്നെ ഇടയ്ക്കൊരു ബ്രേക്ക് ചെയ്തു. ഇപ്പൊ ഒരു 2 ആഴ്ചയായിട്ട് പിന്നെയും കണ്ടിന്യൂ ചെയ്യാൻ വരും. നീണ്ട കുറച്ച് നാളത്തെ ബ്രേക്കിന് ശേഷം തിരിച്ചെത്തിയപ്പോഴാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. അതെ. ഓക്കെ, അപ്പോ ബ്രേക്കിന് ശേഷം തിരിച്ചെത്തിയപ്പോൾ എന്ത് തോന്നുന്നു?
നല്ലതാണ്. എനിക്ക് വേറെ പല ജിമ്മിലും എന്നോട് പറഞ്ഞാണ് പോകാനായിട്ട്. പക്ഷെ എനിക്ക് ഇവിടെ തന്നെയാണ് താല്പര്യം. ഇവിടുത്തെ ട്രെയിനർ എനിക്ക് അത്രയ്ക്ക് ഇതാണ്, നന്നായി ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്. ഫിറ്റ്നസിനോടുള്ള ഇഷ്ടം തോന്നി ജിമ്മിൽ വരാനിടയായ സാഹചര്യത്തെ പറ്റിയൊക്കെ ഓർക്കുന്നുണ്ടോ? എനിക്ക് കുറച്ച് ഫിസിക്കലി മീൻസ് എനിക്ക് കുറച്ച് കൊളസ്ട്രോളും ഇതൊക്കെ വന്നപ്പം വാക്കിംഗ് ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ നടക്കാൻ പറ്റാതെ വന്നപ്പം ഞാൻ പിന്നെ ജിമ്മിലോട്ട് പോകാൻ തീരുമാനിച്ചു. അപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടാണ് ഈ ജിമ്മിൻ്റെ ചേട്ടൻ, ടോജോ ചേട്ടൻ. അപ്പം അങ്ങനെ ഇവിടെ വന്ന് ചേർന്നതാണ്. ഓക്കെ, ഇനി ബിൻസി നമുക്ക് സാധാരണ എല്ലാവരോടും ചോദിക്കുന്ന ആ ചോദ്യം ചോദിക്കാം. ചോദിച്ചോ? ഓക്കെ, അപ്പോൾ ഇതുപോലെ ജിമ്മിൽ പോകാൻ വേണ്ടിയുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ ഹസ്ബൻഡിന്റെ എല്ലാവിധ പിന്തുണയുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ സ്ഥാപനത്തിലാണ് വരുന്നതെന്ന് പറഞ്ഞു. പക്ഷെ ഹസ്ബൻഡ് അല്ലാതെ നമുക്ക് സുഹൃത്തുക്കളും അയൽക്കാരുമായിട്ടുള്ള ഒരു വലിയ വിഭാഗം ആളുകൾ ചുറ്റുമുണ്ടല്ലോ. അവരുടെ സൈഡിൽ നിന്നുള്ള ഒരു പ്രതികരണം, കമന്റുകൾ എങ്ങനെയായിരുന്നു? അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ അതൊക്കെ ഓർക്കുന്നുണ്ടോ? എന്താണ് അയൽവക്കക്കാർ, ബന്ധുക്കൾ, അതായത് ഇപ്പോൾ ഒരു ഹെൽത്ത് ക്ലബ്ബിൽ പോയി വരുന്ന വനിത എന്നൊക്കെ പറയുമ്പോൾ അതങ്ങനെ എല്ലായിടത്തും ഒരുപാട് നമ്മൾ കാണാത്തത് കൊണ്ട് അതൊരു പ്രത്യേക കാഴ്ചയാണ്. അപ്പൊ അതിനോട് പോസിറ്റീവായിട്ട് പ്രതികരിക്കുന്നവർ, നെഗറ്റീവായിട്ട് പ്രതികരിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അത്തരം പ്രതികരണങ്ങൾ എനിക്കങ്ങനെ നെഗറ്റീവായിട്ടുള്ള പ്രതികരണം എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. എല്ലാം പോസിറ്റീവായിട്ടാണ് വന്നിട്ടുള്ളത്. കുഴപ്പമില്ല. ഓക്കെ, പോസിറ്റീവ് പ്രതികരണം മാത്രം ലഭിച്ച് ഹെൽത്ത് ക്ലബ്ബിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. ആഹാ, അതെന്തായാലും ഭയങ്കര ഒരു ഭാഗ്യം തന്നെയാണ് കേട്ടോ. നമ്മൾ ഇതുപോലെ പല ഹെൽത്ത് ക്ലബ്ബിലും കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലേഡീസിന്റെ അടുത്ത് ചെല്ലുമ്പോൾ അല്പം സീനിയർ ആയിട്ടുള്ള വ്യക്തികളാണെങ്കിൽ അവർ പറയുന്ന രണ്ട് തരത്തിലുള്ള കമന്റുകൾ പറയാറുണ്ട്. അതായത് ഒരാൾ ജിമ്മിൽ പോകാൻ പോകുന്നു, അതെ, വേറെ പണിയൊന്നും ഇല്ലേ നിനക്ക്. ഇത്തരം കമന്റുകൾ നാട്ടിൻ പുറത്ത് സുലഭമാണ് കേട്ടോ. അത് കിട്ടിയിട്ടില്ലെങ്കിൽ വളരെ ഇവിടെ വന്നപ്പോഴത്തേക്കിനും എന്നെ എനിക്ക് അത്ര വെയിറ്റ് ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ എന്നോട് എല്ലാവരും ചോദിച്ചു എന്തുകൊണ്ടാണ് ചേച്ചി ഇവിടെ വന്ന് വർക്കൗട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഫിറ്റ്നസിന് വേണ്ടിയിട്ടാണ് ഞാൻ വരുന്നത്. പിന്നെ എനിക്ക് കുറച്ച് കൊളസ്ട്രോളിന്റെ പ്രോബ്ലം ഉണ്ട്. അപ്പം ഇപ്പോൾ വഴിക്കൂടെ നടക്കാന്ന് പറഞ്ഞാൽ പട്ടിശല്യം, അതുകൊണ്ട് നമുക്കൊരു സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് വരണം തോന്നി. അങ്ങനെ നമ്മളിവിടെ വന്നതാണ്. ഇവിടെ വന്നിട്ട് ജീവിതത്തിന്റെ അതായത് വിലപിടിച്ച മണിക്കൂറുകളിൽ കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്യണമല്ലോ. തീർച്ചയായിട്ടും. അത് ഞാനൊരു ജോയിന്റ് ഫാമിലിയാണ്. അവന് എനിക്ക് രാവിലെ ഇപ്പോൾ ഒരു 5 അല്ലെങ്കിൽ 5:30 മണിക്ക് എഴുന്നേറ്റാലേ ഉള്ളൂ എല്ലാ ജോലികളും തീരും. അപ്പം ഞാൻ എൻ്റെ ഒരു ജീവിതത്തിന്റെ ഒരു പകുതി ഭാഗം, ഒരു പകുതി എന്നുള്ളതല്ല, ഒരു 1 hour ഞാൻ ഇതിനു വേണ്ടി ഞാൻ എന്തായാലും മാറ്റി വെക്കുന്നുണ്ട്. അത് മാറ്റി വെക്കുന്നത് കൊണ്ട് വീട്ടിൽ എന്തെങ്കിലും വിടവുകൾ ഉണ്ടാകാറുണ്ടോ? അത് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് രാവിലെ കുറേയൊക്കെ പണികൾ കഴിച്ചിട്ട് വരും. പിന്നെ ഇത് കഴിഞ്ഞിട്ട് പോയിട്ട് ബാക്കി ചെയ്യും. ഓക്കെ, അപ്പൊ എല്ലാം വളരെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കഴിവാണ്. അതെ, തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട് പരിചയപ്പെട്ടതിൽ. പാട്ട് ഇഷ്ടപ്പെടുന്ന ആളായിരിക്കുമല്ലോ, പാട്ട് പാടില്ലെങ്കിലും. ഹസ്ബൻഡ് വയലിനിസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ നിർബന്ധിച്ച 2 പേര് പാടും. ഹസ്ബൻഡ് വയലിൻ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് പിന്തുണയായിട്ട് വീട്ടിൽ മൂളിപ്പാട്ട് പോലും സപ്പോർട്ട് ചെയ്യും. അല്ല, ഞാൻ ഒന്നാമത്തെ ത്രോട്ട് ഇപ്പൊ ഇതായിട്ടിരിക്കുന്നോണ്ട് ഞാൻ ഓക്കെ ഇവിടെ ഒരു പക്ഷെ ഒരു വയലിൻ ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ചാറേ അല്ലേ? അല്ല, അദ്ദേഹം നന്നായിട്ട് പ്രൊഫഷണൽ വയലിനിസ്റ്റ് ആണ്. കച്ചേരി നടത്തും, പിന്നെ ഫ്യൂഷൻ നടത്തും. അങ്ങനെ പ്രോ ലെവൽ ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ അല്ലേ. ഇപ്പൊ വയലിൻ ഞാൻ വായിച്ചത് കൊണ്ട് അദ്ദേഹത്തിന്റെ പേരിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. അപ്പൊ എന്തായാലും ഞങ്ങൾ പക്ഷേ റേഡിയോയിൽ പാട്ട് വെച്ച് തരും. നല്ല പാട്ടുകൾ റേഡിയോയിൽ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇത് കോട്ടയം ജിങ്കാനയാണ്, കൂടെ ബിൻസി വിനു ഉണ്ട്. 89.6 FM സർഗക്ഷേത്ര. കോട്ടയം ജിംഖാന. കോട്ടയം ജിങ്കാന നമ്മൾ കോട്ടയത്തെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഹെൽത്ത് ക്ലബ്ബിൽ എത്തിയിട്ടുണ്ട്. അവിടുത്തെ ഓരോരുത്തരെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴേ നമ്മൾ എന്ത് ചോദ്യം ചോദിച്ചാലും അതിലെല്ലാം നമുക്ക് കിട്ടേണ്ടത് ഉത്തരമാണ്. അതെ, അപ്പൊ ഉത്തരം പറയാൻ വേണ്ടി നമ്മളുടെ കൂടെ വന്നിട്ടുള്ള ആളുടെ പേര് ഉത്തര. അതാണ്. ചോദ്യവും ഉത്തരവും എല്ലാം ഇവിടെ തന്നെയുണ്ട്. ഓ, എനിക്ക് വയ്യ ബിൻസി, അറിയാതെ കൊള്ളായിരുന്നു കേട്ടോ. ഓക്കെ, ചോദ്യവുമായിട്ട് ബിൻസി നിൽക്കുമ്പോൾ ഉത്തരവുമായിട്ട് ഉത്തര നമ്മുടെ മുന്നിൽ എത്തിയിട്ടുണ്ട്. ഉത്തരയുടെ വീട് എവിടെയാണ്? എന്റെ വീട് കുമാരലൂരാണ്. ഓക്കെ, ഉത്തര എന്ത് ചെയ്യുന്നു? ഞാനൊരു എഞ്ചിനീയർ ആണ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. കോട്ടയത്ത് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, എത്ര നാളായി ഹെൽത്ത് ക്ലബ്ബ് ഒരു ഫിറ്റ്നസ് ജീവിതം ശീലിക്കാൻ തുടങ്ങിയിട്ട്? ഞാനിപ്പോ ഇവിടെ വരാൻ തുടങ്ങിയിട്ട് ഒരു 6 months ആയിട്ടുള്ളൂ. അതിനു മുന്നേ ഞാൻ ഇവിടെ സ്റ്റേഡിയത്തിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഓക്കെ, വർഷക്കണക്ക് പറഞ്ഞാൽ എത്ര നാളായി? 2 years ആയിട്ടുണ്ടാവും. 2 വർഷം മുൻപ് അല്ലേ? ആ പഴയ ചോദ്യം തന്നെ ചോദിക്കുന്നുണ്ട്. കാരണം എല്ലാവർക്കും പല ഉത്തരങ്ങളായിരിക്കും ഈ ചോദ്യത്തിന് എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ, ഇതിങ്ങനെ നമ്മൾ ചോദിക്കുന്നത് എന്തിനാന്ന് പറയാം, പലരുടെയും മനസ്സിൽ ഒരു ഫിറ്റ്നസ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യണമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഇതുപോലെ ചമ്മി മടിപിടിച്ചൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറാനുള്ള ഒരു തോന്നലിലേക്ക് എത്താനാണ്. അതെന്തായാലും തോന്നും. ഇത് ഞാൻ ബിൻസി ഉദ്ദേശിച്ചൊന്നും പറഞ്ഞതല്ല. അത് മനസ്സിലായി. ഇത് എന്നെ നോക്കി പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ആ ഒരു ഫിറ്റ്നസ് ചിന്ത മനസ്സിൽ വന്നത്? ഫിറ്റ്നസ് എന്ന് വെച്ചാൽ ഇപ്പൊ കോഴ്സ് കഴിഞ്ഞ ബിടെക് ആയിരുന്നു. ബിടെക് കഴിഞ്ഞ് കോഴ്സ് കഴിഞ്ഞ എവിടെയാ പഠിച്ചത്? പെരുമ്പാവൂരായിരുന്നു, KMP കോളേജ് എന്ന് പറയും, അവിടെയാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് വന്നപ്പോൾ ഭയങ്കരമായിട്ട് വണ്ണം വെച്ചിരുന്നു. ഒന്നും ചെയ്യുന്നില്ലല്ലോ, പ്രത്യേകിച്ച് പണിയൊന്നും ചെയ്യുന്നില്ല, നന്നായിട്ട് വണ്ണം വെച്ചിരുന്നു. പിന്നെ അങ്ങനെ ഇപ്പം IT ഫേമാണ്, അപ്പോൾ ഫുൾ ടൈം ഇരുന്നുള്ള ജോലിയാണ്. അങ്ങനെ കുറച്ച്
ഹെൽത്ത് ഇഷ്യൂ എൻ്റെ ഭാഗമായിട്ട് കുറച്ച് വന്നു. അങ്ങനെ എല്ലാം കൊണ്ട് എടുത്തൊരു തീരുമാനമാണിത്. ഓക്കെ, ആ തീരുമാനം നല്ലതായിരുന്നു എന്ന് പിന്നീട് തോന്നിയോ? ഡെഫിനറ്റ്ലി നല്ല തീരുമാനമാണ്. ഇപ്പോ കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ IT ഫീൽഡ് ആയതുകൊണ്ടും എന്താ പറയാ, ഇപ്പൊ ഞങ്ങളുടെ ഓഫീസിൽ തന്നെയാണെങ്കിലും ഞാനാണ് ഫസ്റ്റ് ജിമ്മിൽ വരാൻ സ്റ്റാർട്ട് ചെയ്തത്. അതാണ് അവിടേക്കാണ് ഞങ്ങൾ എത്തുന്നത്. ഓക്കെ, അതിനുശേഷം ഇപ്പൊ എൻ്റെ ഫ്രണ്ട്സ് ജിമ്മിൽ തന്നെയുള്ള ഒത്തിരി ലേഡി ഫ്രണ്ട്സ് ഇപ്പൊ ജിമ്മിൽ പോകുന്നുണ്ട്. ഇവിടെയല്ല, ഇവിടെ അവർക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള ജിമ്മിൽ ഒത്തിരി എടുത്ത് പോകുന്നുണ്ട്. ഉത്തര ഒരു ഇൻഫ്ലുവൻസറായി മാറി എന്ന് ഞങ്ങൾ പറഞ്ഞാൽ അതൊരു വലിയൊരു സന്തോഷമാണ്. ഞാനവിടെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം ഒത്തിരി പേര് ഞങ്ങളുടെ ഓഫീസിൽ തന്നെയുള്ള ഒത്തിരി പേര് ഇപ്പം പോകുന്നുണ്ട്. ഇതിപ്പോ എന്താണെന്നറിയോ, ഞങ്ങൾ ഈ പരിപാടി തുടങ്ങിയതിന്റെ ഉദ്ദേശം ഇതുപോലെ വീട്ടിലൊക്കെ ഫിറ്റ്നസ് ചിന്തയൊന്നും ഇല്ലാതെ അല്ലെങ്കിൽ മറ്റ് ലഹരി പരിപാടികളുടെ പുറകെയൊക്കെ പോകുന്നവരുടെ ചിന്ത തിരിച്ച് ഫിറ്റ്നസിലേക്ക് വിടുക എന്നുള്ളതായിരുന്നു. ഇതിപ്പോ ഉത്തര ഇത് പണ്ടേ ചെയ്തല്ലോ. ഉത്തര പൊളിയാണെന്ന് സമ്മതിച്ചു. ഉത്തര, അപ്പോ ഇത് തന്നെയാണ് കേട്ടോ ഞങ്ങളുടെ ഈ പരിപാടിയുടെ ഉദ്ദേശവും. ഒത്തിരി പേരെ ഉത്തരയെ പോലെ ആക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോ ശരിക്കും ഇതിനിടയ്ക്ക് ഇടപെട്ടോട്ടെ, നമ്മള് പുറത്തു പോയി ഇങ്ങനെ ഒരുപാട് നമ്മൾ പല ഷോസ് ചെയ്യാറുണ്ട് റേഡിയോയിൽ. അപ്പൊ നമ്മളെ ഓഡിയൻസ് നമ്മൾ നോക്കുന്ന ഒരു സ്റ്റൈലൊക്കെ ഭയങ്കര രസമാണ്. ഇപ്പൊ ജിമ്മിൽ വന്ന് വർക്കൗട്ട് ചെയ്യുമ്പോൾ മഞ്ഞ ടീഷർട്ട് ഇട്ട ചേട്ടൻ, അവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ നമ്മളെ വർക്കൗട്ട് ചെയ്തോണ്ടാ നോക്കുന്നത്. ആ സമയം നമ്മൾ ഒരു സമയത്ത് നോക്കുമ്പോൾ ചേട്ടൻ താഴെയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ചേട്ടൻ മേളിലായിരിക്കും. അത് ഭയങ്കര അത് കറക്റ്റാ. അത് ഇപ്പൊ വിൻസി പറഞ്ഞോട് ചേർത്ത് പറയും. നമ്മളിപ്പോ പല നിർമ്മാണ യൂണിറ്റുകളിലൊക്കെ നമ്മൾ പോകാറുണ്ട്. പല ജോലി സ്ഥലങ്ങളിൽ പോകുമ്പോഴും അവർ ചിലപ്പോൾ ജോലിയുടെ ഒരു പോർഷൻ ഒന്ന് ബ്രേക്ക് എടുത്തിട്ട് വന്ന് നമ്മൾ നോക്കിക്കും. ഇവിടെ ബ്രേക്ക് എടുക്കാൻ ടൈം ഇല്ല, നമ്മൾ സോ ബിസിയാണ്. നമ്മൾ വർക്കൗട്ടിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളെ നോക്കിക്കാൻ ടൈം ഇല്ലല്ലോ. പറഞ്ഞത് വളരെ കറക്റ്റ് ആണ് കേട്ടോ. ഡംബൽ എടുക്കുന്ന ആൾ ഡംബൽ എടുത്തുകൊണ്ട് തല മാത്രം തിരിച്ച് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. വേറൊരാൾ വെയിറ്റ് എടുത്തുകൊണ്ട് നോക്കുന്നു. വേറൊരാൾ പുഷപ്പ് എടുത്തുകൊണ്ട് തല മാത്രം നമ്മളിലേക്ക് വരുന്നുള്ളൂ. പണി നടക്കുന്നുണ്ട്. അതെ അതെ. ഇനിയിപ്പോ ഇവിടെ എന്തെങ്കിലും നമ്മുടെ എന്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും അബദ്ധം പറ്റി ഉറപ്പായിട്ട് അതിൽ എറിയും കിട്ടും. ഉത്തര എന്തായാലും പരിചയപ്പെട്ടത് വളരെയധികം സന്തോഷമുണ്ട്. ജിമ്മിൽ പോകുന്നവരാണോ? പറയൂ ബിൻസി. ബിൻസിയുടെ ഇതുവരെ ഞങ്ങൾ പുറത്തിറക്കാതെ വെച്ചിരുന്ന ഒരു ഹെൽത്ത് ക്ലബ്ബ് കഥയാണ് ഇനി ഇവിടെ പറയാൻ പോകുന്നത്. പറഞ്ഞോളൂ. ഇത് വേണോ? ഉത്തര, ഞാൻ ഇതുപോലെ ജിമ്മിൽ പോകാൻ ഒരുപാട് ആഗ്രഹിച്ചു, വർക്കൗട്ടൊക്കെ ചെയ്തു. ഒരു 3 മാസം ഞാൻ കഷ്ടിച്ചു പോയിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോ പിന്നെ നമ്മുടെ ബിസി അല്ലേ, ജോലി തിരക്കൊക്കെ കാരണം പോകാൻ പറ്റില്ല. അല്ലാതെ മടി പിടിച്ച് വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നുണ്ടോന്നുമല്ല. മനസ്സിലായി. ഒരുപക്ഷെ ഈ ഒരു സീരീസിന് ശേഷം, ഈ ഒരു ക്യാമ്പയിന് ശേഷം ബിൻസിയെ ഞങ്ങൾ എല്ലാവരും കൂടി ആഘോഷത്തോടെ ചെണ്ടയൊക്കെ കൊട്ടി ജിമ്മിൽ റീസ്റ്റാർട്ട് ചെയ്യും അല്ലേ? ഉത്തര നല്ല പാട്ട് ഞങ്ങൾ റേഡിയോയിൽ വെച്ച് തരും. അയ്യോ ഉത്തരേ, നല്ല പാട്ട് ഞങ്ങൾ വെച്ച് തരുന്ന പറഞ്ഞപ്പോ അതിന് മുൻപ് പാട്ടെന്ന് വരെ കേട്ടതിന് ശേഷം എക്സ്പ്രഷൻ പുറപ്പെട്ടു പോകുന്ന കുട്ടിക്ക് ഉത്തര എല്ലാരും നിർബന്ധിച്ചു കഴിഞ്ഞാൽ കമ്പനിയിൽ ഇരുന്ന് പാട്ട് പാടാറുണ്ടെന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. നോ വേ. ഇല്ല, ഞങ്ങൾ കേട്ട കാര്യമാണിത്. ഞാൻ പാട്ട് ആസ്വദിക്കാറേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ആസ്വദിക്കാൻ പാകത്തിനുള്ള പാട്ട് ഞങ്ങൾ പ്ലേ ചെയ്തു തരും. അത് ആസ്വദിക്കുന്നുണ്ട് എന്നുള്ള ഉറപ്പിൽ ഞങ്ങൾ ഇവിടുന്ന് പോകുകയാണ്. ആരെന്ത് ചോദിച്ചാലും ഉത്തരം പറയണം കേട്ടോ. ഓക്കെ, അപ്പോ സർഗക്ഷേത്ര 89.6 FM ജിങ്കാന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, പവർഫുൾ ആയിട്ട് തന്നെ. കൂടെ വിൻസിയും വീണും ഉണ്ട്. 89.6 FM സർഗക്ഷേത്ര. കോട്ടയം ജിംഖാന. കോട്ടയം ജിങ്കാന പവർഫുൾ ആയിട്ട് തന്നെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. എവിടെ എത്തി എന്നൊക്കെയുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്നാലും എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടി ബിൻസി ഒന്ന് സ്ഥലത്തെ പറ്റിയും ഈ ഒരു നമ്മൾ എത്തിയിട്ടുള്ള സ്ഥാപനത്തെ പറ്റിയൊക്കെ ഒന്ന് പറഞ്ഞേ. നമ്മൾ ശാസ്ത്രി റോഡുള്ള ഒളിമ്പിക് ജിമ്മിലാണുള്ളത്. കോട്ടയത്തെ ആദ്യത്തെ ജിമ്മ് 1965. ഹിസ്റ്ററി ക്ലാസ്സിൽ പോലും ഇത്ര കൃത്യമായി വർഷം പഠിക്കാത്ത ബിൻസി ഇവിടെ വന്നിട്ട് ഇവിടെ ഭിത്തിയിൽ വളരെ വലിയ അക്ഷരത്തിൽ എഴുതിയിരിക്കുന്ന. ഇല്ല, ഞാൻ ഭിത്തി നോക്കിയതല്ല. നമുക്കിങ്ങനെ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് കൂടുതലുള്ള ആളാണല്ലോ ഞാൻ. സോ ഇതെല്ലാം ഞാൻ ഇങ്ങനെ മനസ്സിൽ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം ഇപ്പൊ എന്റെ ജിം ഇങ്ങനെ ഓരോ യാത്രകൾ ചെയ്യുമ്പോൾ ഇങ്ങനെ നോക്കി ഏത് ജിമ്മിൽ പോകണം, അങ്ങനത്തെ ഈ പരിപാടി കഴിയുമ്പോൾ എന്തായാലും ഞാൻ ജിമ്മിൽ പോകും. ബിൻസി മറ്റേ തുണി എടുക്കാൻ വേണ്ടി ഒരുപാട് കടകൾ കണ്ടുപിടിച്ചിട്ട് അവിടെ നിന്ന് ഇതിനകത്ത് ഏതിൽ ചൂസ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന പോലെ ഈ കോട്ടയം ജിങ്കാന സീരീസിന് ശേഷം ഞാൻ കോട്ടയത്തെ ഏത് ഹെൽത്ത് ക്ലബിൽ പോകുമെന്ന് തീരുമാനിക്കും ഉറപ്പായിട്ടും. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ സ്ഥാപനത്തിന്റെ പ്രധാന നടത്തിപ്പുകാരൻ നമ്മളെ കൂടെയുണ്ട്. നമസ്കാരം. നമസ്കാരം. ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താവോ? ഓക്കെ, എൻ്റെ പേര് ടോജോ എന്നാണ്. എന്നെക്കാളും കൂടുതൽ എൻ്റെ ഫാദറിനെ ആയിരിക്കും ഈ ജിം, ഒളിമ്പിക് ജിം എന്ന് പറയുമ്പോൾ അറിയുന്നത്. ജോൺ ജോസഫ് എന്നാണ് ആളുടെ പേര്. ആള് 1965 മോസ്റ്റ് മസ്കുലർ മാൻ ഓഫ് ഇന്ത്യ ആയിരുന്നു. 1964, 63 അങ്ങനെ മിസ്റ്റർ കേരളയൊക്കെ ആയിരുന്നു. അപ്പം ഫാദറാണ് ആദ്യമായിട്ട് കോട്ടയത്ത് ജിമ്മ് തുടങ്ങുന്നത്. അതിനെ പാരമ്പര്യമായിട്ട് ഇങ്ങനെ ഞങ്ങൾ ഇപ്പം ജിമ്മ് നടന്നു പോകുന്ന എനിക്ക് തോന്നുന്നത് 3-ാം തലമുറ 4-ാം തലമുറയുള്ള ആൾക്കാർ വരെ നമ്മുടെ ജിമ്മിൽ വന്നു പോകുന്നുണ്ട്. ഇത് 4 തലമുറ പവർഫുൾ ആക്കി വിടുന്ന ഒരു സ്ഥാപനത്തിൽ എത്തി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്, രോമാഞ്ചം. ഇവിടെ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു മുടി ചെറുതായിട്ട് നരച്ചവരും കുറച്ചധികം നരച്ചവർ തുടങ്ങി ചെറിയ കുട്ടികൾ വരെ ഒരേ പ്ലാറ്റ്ഫോമിന്റെ അകത്ത് നിന്ന് ഇതുപോലെ ഫിറ്റ്നസിനോട് അല്ലെങ്കിൽ ഫിറ്റ്നസ് വരുത്തുന്നതിന് വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതെ, ഇതൊക്കെ കണ്ടുനിൽക്കാൻ തന്നെ എന്ത് രസമാണ്. സത്യം. ഞാനത് വന്നപ്പോൾ തന്നെ വിചാരിക്കാറ്. കാരണം എല്ലാവരും നമ്മൾ നോക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്, പക്ഷെ ഒട്ടും അതിനകത്തുള്ള ഒരു ശ്രദ്ധ കളയാണ്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്.
അയ്യോ ഭയങ്കര വളരെ സീരിയസ് ആയിട്ട് പോകുന്ന ഒരു വളരെ ഡിസിപ്ലിൻ ഉള്ള ഒരു ഹെൽത്ത് ക്ലബ്ബിൽ എത്തിയതിന്റെ സന്തോഷം ഞങ്ങൾക്കുണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പോൾ എങ്ങനെയാണ് ഇവിടുത്തെ ഒരു പ്രവർത്തനവും പരിപാടികളൊക്കെ എങ്ങനെയാണ്? നമ്മൾ രാവിലെ 5 മണിയാകുമ്പോൾ തുറക്കും. 5 മുതൽ 9 വരെയും, വൈകുന്നേരം 3:30 മുതൽ വൈകിട്ട് 9 മണി വരെയാണ് നമ്മുടെ ടൈമിങ് വരുന്നത്. അവത്തിൽ ലേഡീസും ഉണ്ട്, ജെൻസും ഉണ്ട്, വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, റിട്ടയർഡ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഓക്കെ, ഇനി ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഫാദർ തുടങ്ങിയ പ്രസ്ഥാനം മക്കൾ വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ചില വീടുകളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മക്കളുടെ ടേസ്റ്റ് വേറെ ആയതുകൊണ്ട് ചിലപ്പോൾ അത് മറ്റൊരാളെ ഏൽപ്പിച്ചിട്ട് മക്കൾ വേറെ ഏരിയയിലേക്ക് ഇടപെടുന്നവരുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഹെൽത്ത് ക്ലബിനോട് ഇൻട്രസ്റ്റ് വന്ന് ഇത് വളരെ ഗംഭീരമായിട്ട് നടത്തുക, അങ്ങനത്തെ ഒരു ചിന്ത വരാനുള്ളൊരു കാരണത്തെ പറ്റി കൂടി പറയാമോ? അത് ഫാദർ ട്രെയിൻ ചെയ്തതിൻ്റെ ഫാദറിൻ്റെ കൂടെ നിന്ന് തന്നെയാണ് ഞാനും ഇത് പഠിച്ചതും ചെയ്യിപ്പിക്കുന്നതും. എനിക്ക് ഓൾറെഡി 2 ജിമ്മുണ്ട്. ഒന്ന് കുറവലങ്ങാടാണ്, അത് 2002 ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇവിടെ പാരമ്പര്യമായിട്ട് തന്നെ ഇങ്ങോട്ട് പോകുന്നത്. നമ്മൾ നേരത്തെ നടത്തിയെന്ന് മാറിയിട്ട് ഇവിടെ YMCAയുടെ മേളിലോട്ട് നമ്മൾ മാറി വർക്ക് ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ മൊത്തം ഈ 2 ജിമ്മിലൂടെയും കയറിറങ്ങിയിട്ടുള്ള ആളുകളുടെ ഒരു പട്ടിക നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആയിരക്കണക്കിനല്ല 1000 വളരെ ചെറിയ നമ്പറായി പോയല്ലേ. ലക്ഷക്കണക്കിന് ആൾക്കാർ വന്നു പോയിട്ടുണ്ട്. ഇത്രയും ആൾക്കാരുള്ളല്ലോ, ഒത്തിരി ആൾക്കാർ. കോട്ടയത്ത് തുടങ്ങിയിട്ടുള്ള ഒരുമാതിരി ബാക്കിയുള്ള ജിമ്മുകൾ തുടങ്ങിയിട്ടുള്ളവരും നമ്മുടെ ശിഷ്യന്മാരും ഒത്തിരി ആൾക്കാരുണ്ട്. ഓക്കെ, അതൊക്കെ കാണുമ്പോൾ ഇതെല്ലാം എല്ലാ മേഖലയിലും ഇതുപോലെ ഹെൽത്ത് ക്ലബ്ബുകൾ വരുന്നു, അവിടെയെല്ലാം ഒത്തിരി ആളുകൾ വരുന്നു. ആ ഹെൽത്ത് ക്ലബിന്റെ നടത്തിപ്പുകാർ പണി പഠിച്ച സ്ഥലം എന്ന നിലയിൽ, അല്ലെങ്കിൽ അവരെല്ലാവരെയും വർക്കൗട്ടിങ് ശീലിപ്പിച്ച ഒരു സ്ഥലം എന്ന നിലയിലൊക്കെ സന്തോഷമല്ലേ? പിന്നെ ഉറപ്പായിട്ടും എല്ലാവരും ഒത്തിരി പേർക്ക് ഒളിമ്പിക് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം. ഒളിമ്പിക്കിൽ വന്ന കോട്ടയത്തെ ആദ്യത്തെ ജിമ്മ് ഇവിടെ വന്ന് ചെയ്തവരുണ്ട്, ചെയ്തു പോയവരുണ്ട്, ജിമ്മ് തുടങ്ങിയവരുണ്ട്, ഇപ്പോൾ ജിമ്മ് കണ്ടിന്യൂ ചെയ്യുന്നവരും ഉണ്ട്. ഓക്കെ, ആ പല ഹെൽത്ത് ക്ലബ്ബുകളിൽ ജിമ്മുകളിലൊക്കെ ഞങ്ങളും പോയിട്ടുണ്ടാകട്ടെ ഈ പരിപാടിയുടെ ഭാഗമായിട്ട്. ഇപ്പം നമ്മുടെ ഇവിടെ ജിമ്മ് എന്ന് പറഞ്ഞാൽ 1975 മുതൽ വരുന്ന ആൾക്കാർ ഇന്നിപ്പം വൈകുന്നേരം നിങ്ങൾ വരുവാണെങ്കിൽ അവരെയൊക്കെ നിങ്ങൾക്ക് മീറ്റ് ചെയ്യാം. അതൊരു വൻ, അതായത് ഈ നമ്മളിപ്പോ ഒരു കോളേജിലൊക്കെ പോയി കഴിഞ്ഞാൽ റീയൂണിയൻ നടക്കുമ്പോൾ ഫസ്റ്റ് ബാച്ച് വരുന്നുണ്ട് കേട്ടോ എന്ന് അധ്യാപകർ പറയുന്നതിന്റെ സന്തോഷത്തിലാണ്. സീനിയേഴ്സ് വരുന്നുണ്ട്, അത് പിന്നെ ജൂനിയേഴ്സ് ഉണ്ട്. ശരിക്കും ഇത് കേൾക്കും തോറും നമുക്ക് ഇങ്ങനെ എന്താ പറയാ, ആവേശം അല്ലെങ്കിൽ അറിയാനായിട്ട് ഇങ്ങനെ ഒരു ക്യൂരിയോസിറ്റി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം സാർ ഇത് മാത്രമല്ല വേറെ കുറച്ച് ബിസിനസ് കൂടി ചെയ്യുന്നുണ്ടെന്ന് നമ്മുടെ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പൊ ഇതൊക്കെ എങ്ങനെ ബാലൻസ് ചെയ്യുന്നു, എന്തൊക്കെയാണ് പരിപാടി എന്ന് കൂടി എനിക്കിനെ അറിയണം. എനിക്ക് ജിമ്മ് മാത്രമല്ല, ടൗണിലൊരു സ്വർണത്തിന്റെ ചെറിയൊരു ബിസിനസ് ഉണ്ട്. ചെറിയൊരു ബിസിനസ്, ചെറിയ സ്വർണം. ഓക്കെ, പിന്നെ ചിക്കൻ കാരി ഫോർ യു എന്ന് പറഞ്ഞൊരു തുണിക്കട, ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് ഉണ്ട്, എക്സ്ക്ലൂസീവ്ലി ഫോർ ലേഡീസ്. ഓക്കെ, അപ്പൊ ചിക്കൻ കാരി നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ എന്തായാലും ഇതിന്റെ ഇടയ്ക്കാണ് നമ്മുടെ ജിമ്മിലെ കാര്യങ്ങൾ ഇത്രയും ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വളരെ എനിക്ക് തോന്നുന്നു ഈ നമ്മൾ അച്ചടക്കമുള്ള ഒരു ജീവിത ശൈലി കൂടി ഹെൽത്ത് ക്ലബ്ബിൽ വരുമ്പോൾ ശീലിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കും ഇതെല്ലാം ബാലൻസ് ചെയ്ത് പോകാൻ പറ്റുന്നത്. ഉറപ്പായിട്ടും ഞാൻ രാവിലെ 4 മണിയാകുമ്പോൾ എഴുന്നേക്കും, 5 ആകുമ്പോൾ ഇവിടെ ജിമ്മിൽ വരും. അത് കഴിഞ്ഞ് 8, 9 ആകുമ്പോൾ ഞാൻ ഇവിടുന്ന് പോകും, 10 ആകുമ്പോൾ അടുത്ത സ്ഥലത്ത് വരും, ഇങ്ങനെ കറങ്ങി നിൽക്കും. രാത്രി 10 ആകുമ്പോൾ തിരിച്ച് വീട്ടിൽ ചെല്ലും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോഴേ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. സന്തോഷം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ റേഡിയോയിൽ നല്ല പാട്ടുകളാണ് വെച്ച് തരാൻ പോകുന്നത്. നല്ല പാട്ട് ഞങ്ങൾ സ്ഥാപനത്തിന് വേണ്ടിയും ഇവിടെ ഇക്കാലം അത്രയും വന്നിട്ടുള്ളവരെന്ന് പറയുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന പലരും, ഇപ്പൊ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന പലരും ഞങ്ങളും പണി തുടങ്ങിയത് അവിടെയാണല്ലോ എന്നുള്ള ചിന്തയിലേക്കൊക്കെ കാര്യങ്ങൾ എത്താൻ സാധ്യതയുണ്ട്. നല്ല പാട്ട് ഞങ്ങൾ വെച്ച് തരാം. ഓക്കെ, ഷുവർ, താങ്ക് യു. ഇതൊക്കെ കേട്ടിട്ട് നന്നായി കൂടെ മിസ്റ്റർ. ഓക്കെ, നന്നാകുന്നതിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, ആലോചനകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് സർഗക്ഷേത്ര 89.6 FM കോട്ടയം ജിങ്കാനയാണ്. കൂടെ വിനു ബിൻസിയുണ്ട്. 89.6 FM സർഗക്ഷേത്ര കോട്ടയം ജിംഖാന. കോട്ടയം ജിങ്കാനയുടെ പവർഫുൾ ആയിട്ടുള്ള യാത്ര ഏറെക്കുറെ സമയം തീർന്നതിന്റെ പേരിൽ മാത്രം നമ്മൾ നിർത്തുകയാണ്. കാരണം എന്താണെന്നറിയോ, ഈ ഹെൽത്ത് ക്ലബിൽ വന്നതിന് ശേഷം നമ്മൾ അറിയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അത്ഭുതപ്പെടുത്തുന്നത്, ഞെട്ടിക്കുന്നതൊക്കെയാണ്. കാരണം ഇത്രത്തോളം വർഷം പഴക്കമുള്ള ഒരു ഹെൽത്ത് ക്ലബ്ബിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് കയറിയിട്ടുള്ളവർ, അല്ലെങ്കിൽ ഇതിനു മുൻപ് ഹെൽത്ത് ക്ലബ്ബ് കണ്ടിട്ടുള്ള പല ജില്ലക്കാരായിട്ടുള്ളവർ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളെല്ലാം കണ്ടിട്ടുള്ള ഹെൽത്ത് ക്ലബ്ബ് എത്ര വർഷം പഴക്കമുള്ളതാണ് എന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ. അങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ നിങ്ങളൊരു ഉത്തരത്തിലേക്ക് എത്തുമ്പോൾ മനസ്സിലാകും, ആ ഉത്തരത്തെക്കാളും പഴക്കം ചെന്ന ഒരു ഹെൽത്ത് ക്ലബ്ബിലാണ് ഞങ്ങളിപ്പോൾ എത്തിയിട്ടുള്ളത്. നമ്മളിപ്പോൾ 2 മണിക്കൂർ സഞ്ചരിച്ചത്. ഇങ്ങനെ ഒരുപാട് ഇടങ്ങളിൽ നമുക്ക് ഇനിയും പോകേണ്ടതുണ്ട്. ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന പലരും പല ഹെൽത്ത് ക്ലബിന്റെ ഉടമസ്ഥരും പല ഹെൽത്ത് ക്ലബിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നവരും ഒക്കെ ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നില്ലേ, എന്താണ് ഞങ്ങളുടെ അടുത്തേക്ക് വരാത്തത്, ഇത്തരം ചോദ്യങ്ങളുമായി ഞങ്ങൾക്ക് നേരെ നോക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. അപ്പോൾ എങ്ങനെയാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് എത്തേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ റൂട്ടൊക്കെ ബിൻസി പറഞ്ഞുതരും. ബിൻസി നമ്മുടെ നമ്പറും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. എന്നിട്ട് ഞങ്ങൾ പോകുന്നുള്ളൂ. ഉറപ്പായിട്ടും നിങ്ങളുടെ അടുത്തേക്കൊക്കെ ഞങ്ങൾ വരും, അല്ലേ ബിൻസി? അല്ലാതെ ഞങ്ങൾ എവിടെ പോകാനാ? അതെ, കൃത്യമായിട്ട് നമ്പർ ബിൻസാറിന് പറയാൻ അറിയാത്തതുകൊണ്ട് ഞാൻ പറയാം. അങ്ങനെ നല്ല കേട്ടോ. നമ്പർ പറയുന്നത് കൃത്യമായിട്ട് നിങ്ങൾ എഴുതി വെച്ചോളൂ, നോട്ട് ചെയ്ത് വെച്ചോളൂ. എന്നിട്ട് ഞങ്ങളെ വിളിക്കണം.
നിങ്ങൾ വിളിക്കുന്ന, നിങ്ങൾ പറയുന്ന ജിമ്മിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കും. ഈ ഓപ്പൺ മൈക്കിൽ ഞാൻ വരും, ഇന്ന ലൊക്കേഷനിൽ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ വരും എന്ന് പറഞ്ഞിട്ട് വരത്തില്ലേ, അതുപോലെ നമ്മൾ ജിമ്മിലേക്ക് വന്നിരിക്കും. അപ്പൊ നമ്മുടെ നമ്പർ ഇതാണ്, ശ്രദ്ധിച്ചു കേട്ടോളൂ. 9188354896 9188354896. അപ്പൊ ഇതാണ് നമ്മുടെ നമ്പർ, നമ്മുടെ ഒഫീഷ്യൽ നമ്പറാണ്. ഇതിലേക്ക് വിളിക്കുക, നിങ്ങളുടെ ജിമ്മിന്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മളെ അറിയിക്കുക. നമ്മൾ അടുത്ത ആഴ്ച ഇതുപോലെ തന്നെ ഒരു അടിപൊളി ജിമ്മിൽ നമ്മൾ ജിംഖാനയായിട്ട് എത്തിയിരിക്കും. ആൻഡ് ഓൾസോ നമ്മളിതാ ഇപ്പൊ ബൈ പറയാൻ വേണ്ടി പോകുന്നത് വെറും കൈയോടെ അല്ല, നല്ല കിടിലൻ പാട്ട് നിങ്ങൾക്ക് വെച്ച് തന്നിട്ടാണ്. അപ്പൊ എന്തായാലും ഫിറ്റ്നസ് ചിന്തകളും ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളെല്ലാമായിട്ട് നമ്മുടെ ജിംഖാനയുടെ യാത്ര പവർഫുൾ ആയിട്ട് തന്നെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ബൈ ബൈ ഫ്രം RJ വിൻസി ആൻഡ് RJ വിനു. ഇത് സർഗക്ഷേത്ര 89.6 FM, കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര.